ഇന്ന് നിങ്ങൾ ലോസിലാണോ, അതോ പ്രോഫിറ്റ് കിട്ടിയിട്ടും ലോസിലേക്ക് പോയോ? അതോ അല്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായി ലോസ് ബുക്ക് ചെയ്യുന്നവരാണോ? നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. എങ്ങനെ ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് പോകാമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ന്യൂ വീഡിയോ. ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് 70 പോയിന്റ് SL കിട്ടിയത്. SL വന്നപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരുടെയും മൈൻഡ് വീക്കായി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ മൈൻഡ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ മുമ്പേ സൈക്കോളജി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് വാച്ചാണ് സൈക്കോളജി വീഡിയോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗ്രൂപ്പിൽ തരുന്ന സ്ട്രൈക്കുകൾ, അതിൻ്റേതായിട്ടുള്ള പ്രൈസുകൾ, അതിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാൻ കണ്ടുപിടിച്ചിരുന്ന സ്ട്രൈക്കുകളിലെ ഇത് വർക്കാവുള്ളൂ. ഈ പ്രൈസുകൾ നിങ്ങൾ അവിടെ ട്രേഡ് ചെയ്താലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് ലാഭമുള്ള പ്രൈസിൽ പോയിട്ട് വേറെ സ്ട്രൈക്കിൽ പോയിട്ട് നിങ്ങൾ ട്രേഡിങ് ഒരിക്കലും ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് പ്രൈസ് അവിടെ ആക്ട് ചെയ്യില്ല. ആ ക്യാൻഡിൽസ് അങ്ങനെയാണ് അതിൽ ഫോം ആവുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാൻ തരുന്ന പ്രൈസിലും സ്ട്രൈക്കിലും മാത്രം ട്രേഡ് ചെയ്ത് പഠിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് DM ചെയ്ത് ചോദിക്കുക. അപ്പോൾ അതിനുള്ള ആൻസറുകൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. രാവിലെ കൊടുത്തിട്ടുണ്ടായ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്ട്രൈക്കുകളാണ്. ഞാനിപ്പോൾ അത് പറയാനില്ല, നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ചാർട്ടിക്കൊന്നും പോകണില്ല. ഈ ലെവൽസ് നിങ്ങൾ വരച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ പഠിച്ചാൽ നിങ്ങളത് പഠിക്കും. അപ്പോൾ ഇതൊക്കെ ലെവൽസൊക്കെ നോക്കി വയ്ക്കുക, വരയ്ക്കുക, നോക്കുക. പിന്നെ ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 24300C, 24300P, 52800C, 52800P. ഈ 4 സ്ട്രൈക്കിൽ നമുക്ക് ട്രേഡുള്ളൂ. പുതിയതായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ചിലവർക്ക് ഇന്ന് 3 SL അടുപ്പിച്ച് വന്നപ്പോൾ പാനിക്കായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ എൻട്രി എങ്ങനെയാണ്, അതാണ് ഇനി ഞാൻ പറയാൻ പോണത്. ഒരു മിനിറ്റ് 2 മിനിറ്റിൽ ഞാൻ തീർക്കാൻ നോക്കാം മാക്സിമം. നമ്മളൊരു പർട്ടിക്കുലർ ലെവൽ തന്നിട്ടുണ്ടാവും. അതായത് 88 രൂപ 15 പൈസ. ഇതാണ് ഈ ലെവലിൻ്റെ പ്രൈസ്. ഈ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം നമുക്ക് കാണാം. ഈ ലെവലിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയ്യേഴ്സ് ക്ലോസ് ചെയ്യണം. ബയ്യേഴ്സ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിലാണ്. ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ബോഡിയോട് കൂടിയിട്ട് മുകളിൽ ക്ലോസ് ചെയ്യണം. അതാണ് ക്ലോസ്. ആ ക്ലോസ് കിട്ടിയാലാണ് നമുക്ക് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി വരുന്നുള്ളൂ. ആക്റ്റീവായിട്ടില്ല, ഓപ്പർച്യൂണിറ്റി അവിടെ വന്നു തുടങ്ങുന്നത് ക്ലോസിങ് വന്നു കഴിഞ്ഞാലാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സെല്ലേഴ്സ് ക്യാൻഡിലാണ്. സെല്ലേഴ്സ് ക്യാൻഡിൽ എന്നിട്ട് ഈ റെഡ് ക്യാൻഡിലാണ് സെല്ലേഴ്സ് ക്യാൻഡിൽ. ഈ സെല്ലേഴ്സ് ക്യാൻഡിൽ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ക്ലോസ് നമുക്ക് കാണാം. ഈ ലെവലാണ് 86 രൂപയിലാണ് ഇതിൻ്റെ ക്ലോസ് വന്നത്. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ക്ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ക്ലോസ് 86 വന്നത്. നമുക്ക് അവിടെ അല്ല ശരിക്കും കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ലെവല് 88.15 മുകളിൽ ബോഡി ക്ലോസ് കിട്ടണം. അതായത് 88.40 ഈ ബോഡി ഒന്ന് ക്ലോസ് ചെയ്ത് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ട്രേഡ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആയി നമുക്ക് ട്രേഡ് എടുക്കാം. അതാണ് നമ്മുടെ ട്രേഡ് എടുക്കണ മെത്തേഡ്. ഫസ്റ്റ് നമുക്ക് ബയ്യേഴ്സ് സ്കാനിൽ മുകളിൽ ബോഡി ക്ലോസ് വരണം. രണ്ടാമത് സെല്ലേഴ്സ് സ്കാനിൽ ബോഡി ക്ലോസ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ കിട്ടണം. എന്നാലേ ട്രേഡ് ഉള്ളൂ. എത്ര വിക്ക് അടിക്ക് വന്നാലും ട്രേഡ് ഇല്ല. ബോഡി ക്ലോസ് ലെവലിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ ട്രേഡ് ഉണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ബയ്യേഴ്സ് സ്കാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. പിന്നെ ഒരു സെല്ലേഴ്സ് സ്കാനിൽ, ഈ സെല്ലേഴ്സ് സ്കാനിൽ എന്ത് ചെയ്തു, ഇവിടെ ഒരു അടിയിൽ തന്നെ നമ്മുടെ ലെവൽ 88 അപ്പോൾ അതിൻ്റെ മുകളിൽ ബോഡി ക്ലോസ് ചെയ്തു. ബോഡി ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91.90 എൻ്റെ ബോഡി ക്ലോസ്. ക്ലോസ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഈ ക്യാൻഡലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബോഡി ക്ലോസ്. ഈ ക്ലോസിങ് കിട്ടിയാലാണ് നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആവുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസിൽ പിന്നെ എടുക്കാം. അതായത് 92 രൂപയുടെ വരെ ബോഡി ക്ലോസ് വന്നു. ഞാൻ പറഞ്ഞത് 88 രൂപയാണ് മേടിക്കാൻ. അപ്പോൾ 88ഉം 92 ആണ് നിങ്ങളുടെ വ്യത്യാസം. ക്ലിയർ ആയിട്ട് കേൾക്കുക കേട്ടോ. 88ഉം 92 ആണ് നിങ്ങളുടെ അവിടുത്തെ ആ ഗ്യാപ്പ്, വ്യത്യാസം വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കാം. ഇനിയിപ്പോൾ ഇത്തിരി അടിയിലേക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും മേടിക്കാം. നിങ്ങൾ ഒരിക്കലും ഈ ബോഡി ക്ലോസിൻ്റെ മുകളിൽ, അതായത് 95, 94, 95, 96 അതിൻ്റെ മുകളിലേക്കൊന്നും മേടിക്കരുത്. ഈ ബോഡി ക്ലോസ് അടിയിലല്ല കിട്ടിയാണത്. 92ലാണ് ബോഡി ക്ലോസ് കിട്ടിയാണ്. അപ്പോൾ 92 അടിയിൽ തന്നെ മേടിക്കാൻ നോക്കുക. ഒന്നീ മാർക്കറ്റ് ഓർഡറിന് 92 മേടിക്കുക, അല്ലെങ്കിൽ 92 അടിയിൽ മേടിക്കുക. ഒരു പ്രശ്നമില്ല ഈ കാര്യത്തിൽ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലത്തെ കാര്യമാണ്. നിങ്ങളാണ് ബൈ എടുക്കുന്നതും സെല്ല് ചെയ്യുന്നതൊക്കെ നിങ്ങളാണ്. എൻ്റെ കണ്ടീഷൻ ഇവിടെ ആക്റ്റീവാണ്, മേടിക്കുന്നത് നിങ്ങളാണ്. ഫസ്റ്റ് മനസ്സിലാക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് പ്രൈസിൽ നിങ്ങൾ മേടിക്കുക. ബാക്കിയൊക്കെ മാർക്കറ്റ് തീരുമാനിക്കുക അവിടെ.
ഫസ്റ്റ് ബാക്കിയെല്ലാം മാർക്കറ്റിനെ വിശ്വസിക്കുക നിങ്ങൾ. മാർക്കറ്റാണ് നമുക്ക് പ്രോഫിറ്റിന് തരുന്നത് ലോസും തരുന്നത്. ഞാൻ ജസ്റ്റ് അതിലൊരു പാർട്ട് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ. പ്രോഫിറ്റ് തരണമെങ്കിൽ മാർക്കറ്റ് വിചാരിക്കണം, ലോസ് തരണമെങ്കിലും മാർക്കറ്റ് വിചാരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മേടിക്കുക. എല്ലാ ദിവസവും ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കാണുക, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബാക്കി കാര്യങ്ങൾക്ക് പോവാം. ഇന്ന് നമുക്ക് 3 SLഉം ഒരു ടാർഗറ്റും ഒരു 1:4, അതായത് 80 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ അടിച്ചിട്ടുള്ള ദിവസമാണ്. പിന്നെ 2 1:1 അടിച്ചിട്ടുള്ള ദിവസമാണ്. ഓൾ ടോട്ടലിൽ നമ്മൾ പ്രോഫിറ്റിലാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ 3 ട്രേഡിന് SL, അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 3 ട്രേഡ് നമുക്ക് SL ആയിരുന്നു. SLൻ്റെ ട്രേഡിലേക്കൊക്കെ പോയി നോക്കാം. നമുക്ക് PE-യിലാണ് അല്ലാതെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം PE-യിലേക്കാണ് വന്നത് മാർക്കറ്റ്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 506.70 മുകളിൽ അവിടെയായിരുന്നു ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. 52.800 PE ആണ് കേട്ടോ. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാം. 18-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒരു ബൈ സ്കാനിൽ ബോഡി മുകളിൽ ക്ലോസ് ചെയ്തു. പിന്നെ സെല്ലർ സ്കാനിൽ വെയിറ്റ് ചെയ്യുക. രണ്ടാമതൊരു ബൈ സ്കാനിൽ, മൂന്നാമതാണ് നമുക്ക് സെല്ലർ സ്കാനിൽ കിട്ടിയത്. ഈ സെല്ലർ സ്കാനിൻ്റെ ക്ലോസിൽ തന്നെ മേടിക്കുക. പിന്നെ മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങൾക്ക് SL തരണോ പ്രോഫിറ്റ് തരണോ എന്നൊക്കെ മാർക്കറ്റ് തീരുമാനിക്കും. ഇവിടെ എന്ത് തീരുമാനിച്ചു മാർക്കറ്റിൻ്റെ തീരുമാനമാണെന്ന് അറിയേണ്ടത്. ഞാൻ പറഞ്ഞ പ്രൈസിൽ ആക്ട് ആയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ SL കൊണ്ടുപോയിട്ടാണ് അത് 100 പോയിന്റിലേക്ക് പോയിക്കണത്. മാർക്കറ്റിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ഇത് മാർക്കറ്റ് ഓർഡർ മേടിച്ചാലും ഈ ലിമിറ്റ് ഓർഡർ മേടിച്ചാലും നിങ്ങൾക്ക് SL തന്നെയാണ് കേട്ടോ. SL അടിച്ച ശേഷമാണ് പിന്നെ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാം ഒരു 100 പോയിൻ്റ് 100ൻ്റെ മുകളിൽ പോയിൻറ്റ്സിൻ്റെ റണ്ണ് 1 വേ കിട്ടിയിട്ടുണ്ടായില്ലേ. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്കവിടെ ഡയറക്റ്റ് SL. പിന്നെ ഞാൻ പറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 618.55 മുകളിലായിരുന്നു എൻട്രി പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അവിടെയും കാണാം ഡയറക്റ്റ് SL. മാർക്കറ്റ് തീരുമാനിച്ചത് അടിയിലേക്ക് വരാനാണ്. നമുക്ക് കണ്ടീഷനൊക്കെ അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് അവിടെ തീരുമാനിച്ചത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ്. നിങ്ങൾ ഇങ്ങനെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യേണ്ടത്. കാര്യം നമ്മുടെ കയ്യിലത്തെ കാശ് തന്നെയാണ് പോണത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായി നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ഡയറക്റ്റ് SL. പ്രോഫിറ്റിക്ക് ഒന്നും വന്നിട്ടില്ല, ഡയറക്റ്റ് SL പോയി. പിന്നെ ഇതേ മാർക്കറ്റ് ഞാൻ തിരിച്ചു വന്ന സമയത്ത് 618.55 ഞാൻ അഗെയിൻ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ടെലിഗ്രാമിലേക്കൊന്നും പോകണില്ല. ടെലിഗ്രാമിലേക്ക് എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നതാണ്. പുതിയ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ കയറിയിട്ട് നോക്കുക. ഇതൊക്കെ മുമ്പേ പറയണതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതേ ലെവലിലേക്ക് ഞാൻ 618.55 മുകളിലേക്ക് പിന്നെ വന്നപ്പോൾ പിന്നെ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു 1:4 അച്ചീവ് ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാർക്കറ്റ് തരുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ്. ഇവിടെയാണ് പിന്നെ ആക്റ്റീവ് ആയിക്കണത്. 9:59 ആക്റ്റീവായി. പിന്നെ ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുക. അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കും. ഇനി അടിയിൽ നിന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഈ സെല്ലർ സ്കാനിൻ്റെ മുകളിൽ നിന്ന് എൻട്രി പോകരുത്, അത്ര ഞാൻ പറയുള്ളൂ. അടിയിൽ നിന്ന് നിങ്ങൾ എൻട്രി എടുത്തോളൂ. എവിടെ നിന്നാന്ന് വെച്ചാൽ മുകളിൽ നിന്ന്, ഈ സെല്ലർ സ്കാനിൻ്റെ മുകളിൽ നിന്ന് ടോപ്പ് നിങ്ങൾ എൻട്രി ചെയ്യരുത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മാത്രം എൻട്രി ചെയ്യുക. ഇപ്പോൾ ഈ ഓർഡർ ഇത്തിരി ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ ഈ സെല്ലർ സ്കാനിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം മാർക്കറ്റ് ഓർഡർ ചെയ്യാം. അടുത്തൊരു വിക്ക് വരുന്നത് ഏറ്റവും ലോയിലേക്കാണ്, അതായത് ലിമിറ്റ് ഓർഡറിലേക്ക് അടുത്തൊരു വിക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ലിമിറ്റ് ഓർഡറും അടുത്തൊരു മിനിറ്റിലാണ് കിട്ടിയിട്ടുണ്ടാവും. ഇവരെല്ലാവരും 80 പോയിൻ്റ് പ്രോഫിറ്റിൽ, 54 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റിലാണ് ഇന്നിരിക്കണത്. നമുക്ക് ഇവിടെ 2 SL പോയി, ഡയറക്റ്റ് SL ഈ 2 എണ്ണം. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പ്രോഫിറ്റിലാണ്. ഇത് ട്രേഡ് എടുത്ത് പഠിച്ചാലേ നമുക്ക് പറ്റുള്ളൂ ഇതൊക്കെ ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ 80 പോയിൻ്റ് പ്രോഫിറ്റ് ഇവിടെ ഏൺ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 24,300 PE-യിലാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് SL വന്ന ട്രേഡാണ് ഫസ്റ്റ്. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് SL വന്ന ട്രേഡാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞ 117.45 മുകളിൽ സെൽ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും സംഭവിച്ചു, സെൽ രജിസ്ട്രേഷൻ ഈ ക്യാൻഡലിൽ കിട്ടി. അതായത് ഏത് മിനിറ്റ് 9:27 കിട്ടി. പിന്നെ ഒന്നും നോക്കാതെ 10 പോയിൻ്റ് SL അവിടെ അത് ഡയറക്റ്റ്ലി 2 ക്യാൻഡലിൽ 10 പോയിൻ്റ് SL പോയി. പിന്നെ ആ ട്രേഡില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു വേറൊരു സ്ട്രൈക്കാണ് നിങ്ങൾക്ക് കാണാം, 71-70 ഞാൻ ഇമ്മീഡിയറ്റ്ലി കൊടുത്തൊരു സ്ട്രൈക്കാണിത്. 71-70 പിന്നത്തെ എൻട്രി ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ എൻട്രി ആക്ടിവേറ്റ് ആയിക്കണത് 78
71.70 കിട്ടേണ്ട ട്രേഡ് 78-നാണ് ആക്റ്റീവ് ആയിക്കണത്. ആ ട്രേഡ് ഇത്തിരി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 76 വരെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അവിടെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. 10 പോയിന്റ് SL ഇടുക. എവിടെ നിന്ന് എടുത്താലും നിങ്ങൾ 10 പോയിന്റ് SL ആണ് ഇടേണ്ടത്. നിങ്ങൾ ഒരിക്കലും സെല്ലേഴ്സ് ക്യാൻഡലിന് മുകളിൽ നിന്ന് പോയി ട്രേഡ് എടുക്കരുതെന്ന് പറയണുള്ളൂ. അടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് ട്രേഡ് എടുക്കുക. 10 പോയിന്റ് SL ഇട്ട് പഠിക്കുക. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ 10 പോയിന്റ് പോകണുള്ളൂ. നിങ്ങൾ ലോട്ട് കൂട്ടിയൊന്നും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു ലോട്ട് എടുത്ത് ചെയ്യുക. മനസ്സിലായില്ലേ? ഈ ട്രേഡ് നമുക്ക് ഫുൾ ടാർഗറ്റ് അടിച്ച ട്രേഡാണ്. 50 പോയിൻ്റാണ് ഇതിൽ അച്ചീവ് ആയിക്കണത്. പക്ഷെ ഞാനിപ്പോൾ ഒരു 40 പോയിൻ്റെ കാര്യം അവിടെ പറയാനുള്ളൂ. ഞാൻ ഫുൾ ടാർഗറ്റ് ഞാൻ പിന്നെ പറയാം. ഇതിലിപ്പോൾ 40 പോയിന്റ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. 40, 42, 45 പോയിന്റോളം നമുക്ക് ഡയറക്റ്റ്ലി കിട്ടിയിട്ടുള്ള ഒരു ട്രേഡാണിത്. ഫുൾ ടാർഗറ്റ് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് അടിച്ചത്. ഇത് ഫുൾ ടാർഗറ്റാണ്, ഓൾ ടോട്ടൽ ഫുൾ ടാർഗറ്റാണ്. ആ കഥയിലേക്ക് ഞാൻ വരാം. ഓക്കെ, അതായത് നിഫ്റ്റിയിലുണ്ടായിരുന്ന ട്രേഡ്. ഇനി നമുക്കിത് CE സൈഡിലേക്ക് നമുക്ക് എൻട്രികൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ. ഇന്ന് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ഭയങ്കര ബീറിഷാണ്. പക്ഷെ നമുക്കിന്ന് CE സ്ട്രൈക്കിലേക്കും ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലും ബാങ്കിലും നമുക്ക് ഒരേ ടൈമിലാണ് ആക്ടിവേറ്റ് ആയിക്കുന്നത്. ഈ 2 ട്രേഡ് നമുക്ക് 1:1 കിട്ടിയത്. 24,300C. ഇത് രണ്ടിനും നമുക്ക് 1:1 കിട്ടിയത്. എല്ലാവർക്കും 1:1 എടുത്ത് ഇറങ്ങാം കേട്ടോ. CE സൈഡാണ്. PE മാർക്കറ്റിൽ നമ്മൾ CE സൈഡിലേക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ റിസ്കുകൾ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോഴും നമ്മളവിടെ 1:1 മാനേജ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിൻ്റെ കാര്യങ്ങളാണ് പിന്നെ പറയണത്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് പോയവർക്കാണെങ്കിൽ 10 പോയിന്റ് അവിടെ നിഫ്റ്റിയിലും പോയിണ്ടാവും, 20 പോയിന്റ് അല്ലെങ്കിൽ 30 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലും പോയിണ്ടാവും. പക്ഷെ 1:1 കണ്ടിട്ടാണ് ഇതൊക്കെ പോയിക്കണത്. 1:1 എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറേയേറെ സ്റ്റോപ്പ് ലോസുകളിൽ നിന്ന് നമുക്ക് ഒഴിവാൻ പറ്റും. ഇത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു. പക്ഷേ എൻട്രി ഞാൻ അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഈ സെല്ലേഴ്സ് സ്കാനിലാണല്ലേ നമ്മുടെ ലെവലിൻ്റെ അടിയിലേക്ക് വന്ന സെല്ലേഴ്സ് സ്കാനിൽ. അതിന് ശേഷമാണ് ഞാൻ ഒന്നുകൂടി ഒരു സെല്ലേഴ്സ് സ്കാനിൽ വരട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് ശേഷം വന്ന സെല്ലേഴ്സ് സ്കാനിലാണ് ഇത്. നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർലി ഇത് ലിമിറ്റ് ഓർഡർ 88-ൻ്റെ അടിയിൽ കിട്ടും, 88-ന് കിട്ടും. അവിടെയൊക്കെ നിങ്ങൾ പോയി ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ച ആൾക്കാണെങ്കിലും 91 മേടിച്ച ആൾക്കാണെങ്കിലും 104 വരെ പോയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഈസി 1:1 ആണ്. അത് 10 പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ബാങ്കിൽ ഇത് പക്ക ആക്ടിവേറ്റ് ആയിക്കണത് ഈ ക്യാനലാണ്. 419 രൂപയ്ക്കാണ് ആക്ടിവേറ്റ് ആയിക്കണത്. പക്ഷെ നമുക്ക് ലിമിറ്റ് ഓർഡറിന് മേടിക്കാൻ പറ്റും. ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് അത് അടിയിലേക്ക് വന്ന് ലിമിറ്റ് ഓർഡർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ അടിയിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എവിടെ നിന്ന് മേടിച്ചാലും നമുക്ക് 1:1 തന്നെയാണ് ഇവിടുത്തെ ടാർഗറ്റ്. 27 പോയിന്റ് അല്ലെങ്കിൽ 30 പോയിന്റോളം അതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയും ക്യാച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ PEയിലേക്ക് പോകണ മാർക്കറ്റിലാണ് CEയിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇങ്ങനത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ട്രൈക്കും എപ്പോഴും ആക്റ്റീവ് ആവണത്. ഈ 2 സ്ട്രൈക്ക് ആക്റ്റീവ് ആവണത് PE സ്ട്രൈക്ക് നമ്മളതിൽ ഓടുന്ന ടൈമിലാണ്. അതായത് PEയിൽ നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. അവിടെ ഈ എൻട്രി ഫുൾ ടാർഗറ്റ് അടിച്ച എൻട്രി, ഈ എൻട്രി ഇവിടെ എത്തണ വരെ ഉണ്ടായിരുന്നുള്ളൂ CE സ്ട്രൈക്കിൻ്റെ ഐസ്. ഇവിടെ എത്തിയോട് കൂടിയിട്ട് PE സ്ട്രൈക്ക് പിന്നെ ആക്റ്റീവ് ആവുക ചെയ്യുന്നത്. ആ ആക്റ്റീവായ ലെവലിൽ നിന്നാണ് ഈ ഫുൾ ടാർഗറ്റിലേക്ക് വന്നത്. അത് നിങ്ങൾക്ക് കാണാം. ഇവിടെ വരെ വന്നു 82 രൂപ വരെ വന്നിട്ട് പിന്നെയാണ് നമുക്ക് നല്ലൊരു മേജർ പുഷ് PEയിൽ കിട്ടിയത്. അതാണ് നമ്മൾ ഫുൾ ടാർഗറ്റിലേക്ക് എത്തിച്ചേക്കണത്. നമ്മൾ അതുവരെ 40 പോയിന്റ് പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കേണ്ടായിരുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ അപ്പം തന്നെയാണ് 40 പോയിന്റ് പ്രോഫിറ്റിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് CE ആക്ടിവേറ്റ് ആയത്. ബാങ്ക് നിഫ്റ്റിയിലും 1:1 കിട്ടിയ ഈ 2 സ്ട്രൈക്കുകൾ ആക്ടിവേറ്റ് ആയത് PEയിൽ നമ്മൾ 40 പോയിന്റ് അച്ചീവ്മെൻറ്റ്സിൽ നിൽക്കേണ്ട ടൈമിലാണ് ആക്റ്റീവ് ആയത്. പക്ഷെ നമ്മളത് കൊടുത്തു ധൈര്യത്തോടെ തന്നെ. ഇനിയിപ്പോൾ ലോസുകൾ വന്നുകൊണ്ട് എടുക്കുക, അതുകൊണ്ട് 1:1 എടുത്തോട്ടെ എന്ന് വെച്ചിട്ടാണ് കൊടുക്കണത് ഞാൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ 1:1 എടുത്ത് അവിടെ ഇറങ്ങുക. എന്നിട്ടാണ് നമുക്ക് ഈ സ്ട്രൈക്ക് കറക്റ്റ് നമുക്ക് നോക്കി അറിയാം. 82ക്ക് വന്നിട്ടാണ് നമുക്ക് പിന്നെ ടാർഗറ്റിലേക്ക് അത് എത്തിക്കുകയാണത്. ഈ ടാർഗറ്റ് അടിക്കുന്നതോട് കൂടിയിട്ട് മറ്റേ സ്ട്രൈക്ക് CE സ്ട്രൈക്കുകളൊക്കെയും ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. നിഫ്റ്റിയിൽ 50 പോയിന്റ് ടാർഗറ്റ് PEയിലാണ് കിട്ടിയത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് 80 പോയിന്റാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. നിഫ്റ്റിയിൽ 50 പോയിന്റ് ഇട്ട് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ വോയിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഈ വോയിസിലും കിടക്കുന്നത്. എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ ഇതിലിട്ടേക്കണത്. നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കും ഇനി വരുന്നവർക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണല്ലോ അറിയേണ്ടത്. ഇന്നത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞാൽ നിഫ്റ്റിയിൽ നമ്മളൊന്ന് 3 ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഒരു ട്രേഡ് SL-ആണ്, 10 പോയിന്റ് SL കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 ട്രേഡ് നമുക്ക് 66 പോയിന്റാണ് ക്യാച്ച് ചെയ്യാൻ വരുന്നത്. ഒരു ട്രേഡിൽ 16 പോയിന്റും ഒരു ട്രേഡിൽ 50 പോയിന്റും, അങ്ങനെ 16 പോയിന്റ്.
അങ്ങനെ 66 പോയിൻ്റാണ് നമ്മൾ നിഫ്റ്റിയിൽ ടോട്ടൽ ക്യാച്ച് ചെയ്തേക്കുന്നത്. 10 പോയിന്റ് എസ് എല്ലും കൂടി കുറച്ച് കഴിഞ്ഞാൽ 56 പോയിന്റ്. നിഫ്റ്റിയിൽ മാത്രം നമ്മൾ 56 പോയിന്റ് പ്രോഫിറ്റിലാണ്. ബാങ്ക് നിഫ്റ്റി അടുത്തത് 2 എസ് എല്ലാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അടിച്ചാണത്. അത് ഒന്നെങ്കിൽ 20 പോയിന്റ് വെച്ച് അടിച്ചവരുണ്ടാവുക, 30 പോയിന്റ് അടിച്ചവരുണ്ടാവുക. ഞാൻ 30 പോയിന്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയണത്. ഞാൻ തന്നെയാണ് ഇതൊക്കെ പറയണത് നിങ്ങളുടെ അടുത്ത്. 20 പോയിന്റ് 30 പോയിന്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എസ് എൽ ഇടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കണത്. അതുകൊണ്ട് ഞാൻ 30 പോയിന്റിന് തന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 60 പോയിന്റാണ് നമുക്ക് ടോട്ടൽ ബാങ്ക് നിഫ്റ്റിയിൽ 2 ട്രേഡിൽ നിന്ന് പോയിരിക്കുന്നത്. നമുക്ക് 2 ട്രേഡ് പിന്നെയും നമുക്ക് അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ 107 പോയിന്റ് നമ്മൾ പ്രോഫിറ്റിലാണ്. ഒരെണ്ണം 80 പോയിന്റ് അടിച്ച ട്രേഡും ഒരെണ്ണം 27 പോയിന്റ് അടിച്ച ട്രേഡും, ഈ രണ്ടും കൂടിയിട്ട് 107 പോയിന്റ്. അതിൽ 60 കുറച്ച് ബാക്കി 47 പോയിന്റ് നമ്മളിപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിലാണ്. ടോട്ടൽ നമ്മളിപ്പോഴും ഇന്നും നിൽക്കണത് ഒരു 100 പോയിന്റ് പ്രോഫിറ്റിൽ എന്നും നിൽക്കണത്. പക്ഷെ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രേഡിങ് ദിവസം തന്നെയായിരുന്നു. നമുക്ക് ഡയറക്റ്റ്ലി 3 എസ് എൽ കിട്ടി. പക്ഷെ 3 എസ് എൽ കിട്ടിയത് നിങ്ങൾ പേടിക്കരുത്. നമ്മുടെ സൈക്കോളജി നിങ്ങൾ കൈവിടരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാശ് തന്നെയാണ് ഈ എസ് എല്ലിൽ കളയണത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കവിടെ അച്ചീവ്മെൻറ്റ്സും വരുന്നുണ്ട്. നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് എടുക്കാണ്ട് ഗ്രൂപ്പ് ഒന്ന് ഔട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം. നിങ്ങൾ ഓൾ ടോട്ടൽ ഇന്നത്തെ ട്രേഡ്, ഇന്നത്തെ ഒരു ദിവസം, എല്ലാ ദിവസത്തിൻ്റെ ഓൾ ടോട്ടൽ നിങ്ങൾ നോക്കുക. നമ്മൾ ലോസിലാണെങ്കിൽ ലോസ് തന്നെ പറയുള്ളൂ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ലോസ് തന്നെ പറയുള്ളൂ. നമ്മളിപ്പോൾ പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. 3 എസ് എൽ അടിച്ചിട്ടും ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര തർപ്പിച്ച് പറയണത് അത് ഇന്നത്തെ ട്രേഡൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഇന്ന് കുറേ ആൾക്കാർ എടുത്തവരുണ്ട്, 100 പോയിന്റ് അച്ചീവ് ചെയ്തവരുണ്ട്, 50 പോയിന്റ് എടുത്തവരുണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഇന്ന് അത്യാവശ്യം ലോസ് തന്നെയാണ് ഇവർ റിക്കവർ ചെയ്തിട്ട് പ്രോഫിറ്റിക്ക് വന്നേക്കണത്. ഇന്ന് ലോസ് ആയില്ല, എങ്ങനെയും റിക്കവർ ചെയ്തെടുക്കണം എന്നുള്ള മൈൻഡ്, അങ്ങനത്തെ ഒരു മൈൻഡിലല്ല. നമ്മൾ ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ പ്രോപ്പർ കാരണമുണ്ട് ലോസ് ആവാൻ. ഇനി ഒരു ട്രേഡ് ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ അതിനും പ്രോപ്പർ കാരണങ്ങളുണ്ട്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ലോസ് നിങ്ങൾ എടുക്കണ പോലെ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ പഠിക്കുക. ബിഗിനേഴ്സൊക്കെ അധികം റിസ്ക് ഒന്നും താല്പര്യമില്ലാത്തവർ ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെല്ലാവരും നിഫ്റ്റി ചെയ്തോളുക. അതായത് 10 പോയിന്റ് എസ് എൽ, 10 പോയിന്റ് ടാർഗറ്റ്, അങ്ങനത്തെ ഒരു ലെവലിൽ പഠിച്ചു പോവുക. 1:1 എടുത്ത് പഠിക്കുക ബിഗിനേഴ്സ്. പിന്നെ നിങ്ങൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയുന്നത് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് 10 ലോട്ടും 100 ലോട്ടും എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വെറുതെ എസ് എൽ അടിച്ച് 10 പോയിന്റ് പോയി 100 ലോട്ടിൽ പോയി എത്ര രൂപ പോകുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അത്രയും രൂപ നഷ്ടം വരും. ഒരു ലോട്ടിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എസ് എൽ ഇത്ര കിട്ടി, ടാർഗറ്റ് ഇത്ര കിട്ടി, അത് 10 എടുത്ത് ഒരു 40-50 ട്രേഡ് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ 1:2 പോകും. അങ്ങനെയാണ് കയറ്റി ഇതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ്ലി നിങ്ങൾ 10 ലോട്ട് 20 ലോട്ട് 100 ലോട്ട് എടുത്തിട്ട് 50 രൂപ 60 രൂപയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങിലൊന്നും നിങ്ങൾ ഒരു കാര്യത്തിന് രക്ഷപ്പെടില്ലേ. അതാണ് ഞാൻ പറയണത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. മാക്സിമം എല്ലാവരും ട്രേഡ് എടുത്ത് പഠിക്കുക. 1:1 എടുത്തൊരു 40-50 ട്രേഡ് ചെയ്ത് പഠിക്കുക. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. 10 രൂപ സ്റ്റോപ്പ് ലോസും 10 രൂപ ടാർഗറ്റ് 50 ട്രേഡ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എനേബിൾ ചെയ്ത് വയ്ക്കുക ബെൽ ബട്ടൺ. എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസും കാണാം. പ്രീവിയസ് വീഡിയോസ് മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. പ്രീവിയസ് വീഡിയോസിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് വാച്ച് ചെയ്താൽ തന്നെ ഒരുവിധം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും. മസ്റ്റ് വാച്ച് പ്രീവിയസ് വീഡിയോസ്. ഇനി നിങ്ങൾക്ക് ബിറ്റ് കോയിൻ എത്തേറിയത്തിലൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും പുതിയ അപ്ഡേറ്റ്സും എല്ലാം ഞാൻ ഇതിലാണ് ആഡ് ചെയ്യണത്. മാക്സിമം എല്ലാവരും എൻ്റെ ഈ പോസ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാമിലത്തെ പോസ്റ്റുകളൊക്കെ ഒന്ന് റീഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ബൈ.